വർഷത്തിലേറെ പഴക്കമുള്ള 234 വലിയ അണക്കെട്ടുകൾ ഇന്ത്യയിലുണ്ട്. കൃത്യമായി പരിപാലിക്കുകയും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്താൽ അണക്കെട്ടുകളുടെ കാലപ്പഴക്കം ഒരു പ്രശ്നമല്ലെന്നാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പറയുന്നത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി സമാഹരിച്ച 2023 നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 6138 അണക്കെട്ടുകളാണുള്ളത്. 143 ഡാമുകൾ നിർമ്മാണ ഘട്ടത്തിലുമാണ്. ഇവയിൽ 100 വർഷത്തിനുമേൽ പഴക്കമുള്ളതായി 234 അണക്കെട്ടുകളും ഉൾപ്പെടുന്നു. വർഷത്തിനുമേൽ പഴക്കമുള്ള ഡാമുകൾ ഏറ്റവും അധികമുള്ളത് മധ്യപ്രദേശിലാണ്, 63 എണ്ണം. 44 ഡാമുകളുമായി മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും 30 ഡാമുകളുമായി ഗുജറാത്ത് 3ാം സ്ഥാനത്തുമുണ്ട്. രാജസ്ഥാനിൽ 100 വർഷത്തിനുമേൽ പഴക്കമുള്ള 25 ഡാമുകളും തെലങ്കാനയിൽ 21 ഡാമുകളും ഉത്തർപ്രദേശിൽ 17 ഡാമുകളും കർണാടകയിൽ 15 ഡാമുകളുമുണ്ട്. ഛത്തീസ്ഗഡിൽ 7ഉം ആന്ധ്രാപ്രദേശിൽ 6ഉം ഒഡീഷയിൽ 3ഉം കേരളത്തിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഓരോ ഡാമുകളും വീതമാണുള്ളത്. 2100 വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജാവായ കരികാലയുടെ കാലത്ത് തഞ്ചാവൂർ ജില്ലയിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കല്ലണ ഡാമാണ് ഇന്ത്യയിലെ പ്രവർത്തനക്ഷമമായ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള 5 ഡാമുകളിലൊന്നാണിത്. 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഡാം. രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളുടെയും ശരിയായ നിരീക്ഷണവും പരിശോധനയും അറ്റകുറ്റപ്പണികൾക്കുള്ള സമഗ്രമായ ചട്ടക്കൂടും 2021 പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിലുണ്ട്. ശരിയായി പരിപാലിക്കുകയും സമയബന്ധിതമായി അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്ന പക്ഷം അണക്കെട്ടിന്റെ കാലപ്പഴക്കം ഒരു പ്രശ്നമല്ലെന്നാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പറയുന്നത്. അണക്കെട്ടുകളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം പ്രധാനമായും അണക്കെട്ടിന്റെ ഉടമസ്ഥരായ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ്. മഴയ്ക്ക് മുമ്പും ശേഷവും നിലവിൽ ഡാം സേഫ്റ്റി ഓഡിറ്റ് നടത്താറുണ്ട്. ഇതിനു പുറമെ അണക്കെട്ടുകളുടെ സമഗ്രമായ ഓഡിറ്റിനായി സംസ്ഥാനങ്ങൾ ഡാം സേഫ്റ്റി റിവ്യൂ പാനലുകൾക്കും രൂപം നൽകിയിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24.